ആരോഗ്യമുള്ളവരായിരിക്കാൻ ശുചിത്വം അനിവാര്യമാണെന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്ന വിഷജന്യമായ വാതകങ്ങൾ, ഹാനികരങ്ങളായ മറ്റു ജൈവ പദാർത്ഥങ്ങൾ, കീടാണുക്കൾ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാതിരിക്കുവാൻ ശുചിത്വ പരിപാലനം അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ ശുചിത്വം ഒരു ജീവിത രീതിയായി സ്വീകരിക്കേണ്ടതുണ്ട്. വ്യക്തിഗതമായ ശുചിത്വവും ആരോഗ്യരക്ഷാ നിയമങ്ങളെ സംബന്ധിച്ച അറിവും ഓരോ വീട്ടമ്മമാരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്വന്തം കുഞ്ഞുങ്ങൾക്കും ഈ നിയമങ്ങളെപ്പറ്റിയുള്ള അവബോധം പകർന്ന് അവരിൽ ശുചിത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സ്വഭാവം വളർത്തേണ്ടത് അമ്മമാരുടെ കടമയാണ്. സ്വന്തം ആരോഗ്യം പോലെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യവും പ്രധാനമാണെന്നറിയണം. ചർമ്മശുചിത്വം, ഉദരശുചിത്വം, വായുടെയും പല്ലുകളുടെയും ശുചിത്വപാലനം, കൈകളുടെയും നഖങ്ങളുടെയും ശുചിത്വം, മൂക്ക്, കണ്ണുകൾ, ചെവികൾ ഇവയുടെ ശുചിത്വം. തൊലി നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അഴുക്കുകളെ വിയർപ്പിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് തള്ളിക്കളയുന്നു. അതിനാൽ രോമകൂപങ്ങൾ തുറന്നിരിക്കേണ്ടത് ആവശ്യമാണ്. തൊലിയുടെ ശരിയായ വൃത്തിക്കും ചർമ്മകാന്തിക്കുമായി എണ്ണയും സോപ്പും ഉപയോഗിച്ച് എല്ലാ ദിവസവും കുളിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കുന്നതിന് മുമ്പ് ശരീരമാകെ എണ്ണ പുരട്ടി നല്ലപോലെ തിരുമ്മി ചൂടാക്കിയാൽ ചർമ്മം മൃദുലവും ആരോഗ്യമുള്ളതും സുശക്തവുമായിത്തീരും. സ്നാനത്തിനു മുമ്പ് എണ്ണ പുരട്ടുകയും സ്നാനാനന്തരം ശരീരത്തെ തുവർത്തി തുടയ്ക്കുകയും ചെയ്താൽ രക്തസഞ്ചാരം സുഗമമാവുകയും പേശികൾ സുശക്തമാവുകയും ചെയ്യും. കാലാവസ്ഥയനുസരിച്ച് വെള്ളം ചെറു ചൂടുള്ളതോ തണുപ്പുള്ളതോ ആകാം. കൂടെയുള്ള ആവിസ്നാനം ആരോഗ്യ സൗന്ദര്യ വർധനയ്ക്ക് ഉത്തമമാണ്. മലബന്ധം അനേകം രോഗങ്ങൾക്ക് കാരണമാണ്. ശരിയായ മലശോധന ഉണ്ടായില്ലെങ്കിൽ വൻകുടലിൽ അടിഞ്ഞുകൂടുന്ന മലം അഴുകുവാൻ തുടങ്ങും. തന്മൂലം രോഗകാരണങ്ങളായ ചില കീടാണുക്കൾ ഉണ്ടാവുകയും ഇവ രക്തത്തിൽ കലർന്ന് വൻകുടലിൻ്റെ മാംസപേശികൾ ശക്തിഹീനങ്ങളായി തീരുകയും വിശപ്പില്ലായ്മ, വായ്നാറ്റം, ദഹനക്കുറവ്, അജീർണം, വയറുവീർപ്പ്, പുളിച്ചുതികട്ടൽ, തലവേദന, കൂടെയുള്ള ജലദോഷം മുതലായ സാധാരണ രോഗങ്ങളും തുടർന്ന് വലിയ രോഗങ്ങളും ഉണ്ടാകാം. അതിനാൽ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ഉദരശുദ്ധി അത്യന്താപേക്ഷിതമാണ്. മലബന്ധത്തിന് വല്ലപ്പോഴും വിരേചന ഔഷധം ഉപയോഗിക്കാമെന്നല്ലാതെ ദിവസം തോറുമോ കൂടെയോ ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല. തൊലിയോട് കൂടിയ സസ്യങ്ങൾ, തവിടോട് കൂടിയ മാവ്, ക്യാബേജ്, പഴങ്ങൾ, പാല് എന്നിവയുടെയെല്ലാം ഉപയോഗം കൊണ്ട് മലബന്ധം കുറേയൊക്കെ ഒഴിവാക്കാം. ഉദരശുദ്ധിക്ക് വേണ്ടി പകൽ ചുരുങ്ങിയ പക്ഷം 8-10 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാം ഭക്ഷിക്കുന്നവയെല്ലാം വായിൽ കൂടി ഉദരത്തിലേക്ക് പോകുമെന്നതിനാൽ വായും പല്ലുകളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ പല്ലുകളുടെ ഇടയ്ക്ക് പറ്റിയിരിക്കുന്ന ആഹാരാംശങ്ങൾ അഴുകുവാൻ തുടങ്ങുകയും തന്മൂലം ദുർഗന്ധവും കീടാണുക്കളും ഉണ്ടാവുകയും ചെയ്യും. ഈ കീടാണുക്കൾ ക്രമേണ പല്ലുകളുടെ ഊനുകളിൽ പറ്റിപ്പിടിച്ച് അവയ്ക്ക് നാശമുണ്ടാക്കും. ഭക്ഷണാനന്തരം നല്ലതുപോലെ കുലുക്കുഴിഞ്ഞ് വായ് വൃത്തിയാക്കുകയും രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കേണ്ടതുമാണ്. പല്ലുകളുടെ വൃത്തിക്കും വ്യായാമത്തിനും വേണ്ടി പഴങ്ങൾ, കായ്കൾ എന്നിവ തൊലി സഹിതം പച്ചയ്ക്ക് ഭക്ഷിക്കണം. ഭക്ഷ്യവസ്തുക്കൾ ചവച്ചരച്ചു തന്നെ ഭക്ഷിക്കണം. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുലുക്കുഴിഞ്ഞാൽ വായ് വൃത്തിയാകുകയും കവിളിൽ കാണപ്പെടുന്ന ചെറിയ കുരുക്കൾ ഇല്ലാതാവുകയും ചെയ്യും. ഊനുകൾ വൃത്തിയാക്കുവാൻ കടുകെണ്ണയിൽ ഉപ്പ് ചേർത്ത് പുരട്ടുന്നത് നന്നാണ്. ദിവസവും ഭക്ഷണത്തിന് ശേഷം ഒരാപ്പിൾ കഴിക്കുന്നത് പല്ലിനും വായയ്ക്കും നല്ലതാണ്. പല്ലിന് വൃത്തിയും വെടിപ്പും ലഭിക്കുകയും ചെയ്യും. സാധാരണ ലഭ്യമാകുന്ന ഒരു അണുനാശക വസ്തുവാണ് സോപ്പ്. വീട്ടിലെ പുറം ജോലികൾക്ക് ശേഷവും മലമൂത്ര വിസർജനത്തിനു ശേഷവും യാത്രകൾക്ക് ശേഷവും ചുരുക്കത്തിൽ കയ്യിൽ അഴുക്കു പുരളുന്ന എന്തു ജോലി ചെയ്തതിനു ശേഷവും സോപ്പ് കൊണ്ട് കൈകാലുകൾ ബന്ധമായും കഴുകണം. മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തതിനു ശേഷം കഴിയുന്നത്ര വേഗത്തിൽ തന്നെ കൈകാലുകൾ സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയുള്ള ടവൽ കൊണ്ട് തുടയ്ക്കേണ്ടതാണ്. നഖങ്ങളിൽ അഴുക്കുണ്ടെങ്കിൽ അവിടം കീടാണുക്കൾ വാസസ്ഥാനമാക്കും. അതിനാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നഖങ്ങൾ വെട്ടി വെടിപ്പായി സൂക്ഷിക്കുക. എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നഖങ്ങളെ കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. തുടർന്ന് മുതിർന്ന വിരലറ്റത്തെ പിന്നിലേക്ക് അമർത്തി മുകളിൽ ക്രീം പുരട്ടുക. അതുപോലെ തന്നെ കൈകൾക്ക് വൃത്തിയും മൃദുലതയും കൈവരുന്നതിനായി കൈ കഴുകി ഹാൻഡ് ലോഷനോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിൽ ഗ്ലിസറിൻ ചേർത്തതോ പുരട്ടുക. നഖങ്ങൾ പൊട്ടുകയോ ചീന്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും കൂടുതൽ ഉപയോഗിക്കണം.
മഞ്ഞ നഖം രക്തക്കുറവിനെ സൂചിപ്പിക്കുന്നു. അതിനുവേണ്ടി ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂട്ടുകയും ഡോക്ടറുടെ ഉപദേശം ആരായുകയും ചെയ്യുക. കാൽസ്യം ഗുളികകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഒരാളുടെ കൈകാലുകളെ ശ്രദ്ധിച്ചാൽ അയാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആയതിനാൽ കൈകാലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധമുള്ളവരായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈകാൽ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുകയും അവയെ പരിചരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൈക്കും നഖത്തിനും നൽകുന്ന ചികിത്സാ പരിചരണം എന്നിവയെ മാനിക്യൂർ എന്ന് പറയുന്നു. കാൽപാദങ്ങളുടെയും നഖത്തിൻ്റെയും പരിചരണത്തെ പെഡിക്യൂർ എന്നും പറയുന്നു. സാധാരണയായി നഖങ്ങളുടെ പരിചരണാർത്ഥം ചെയ്യുന്ന ഇവ ബ്യൂട്ടി പാർലറുകളിൽ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇവ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മാനിക്യൂർ കൈയുടെയും നഖങ്ങളുടെയും പരിചരണത്തെയും ഇവയ്ക്ക് നൽകുന്ന ചികിത്സയെയുമാണ് മാനിക്യൂർ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ, മാനിക്യൂർ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. മാനിക്യൂർ ചെയ്യേണ്ടുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഷാംപൂ, സോപ്പ്, ചെറു ചൂടുവെള്ളം, ഡെറ്റോൾ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഉപ്പ് എന്നിവയാണ്. ഒരു പരന്ന ബേസിനിൽ കൈത്തടങ്ങൾ മുങ്ങുന്നത്ര ചെറു ചൂടുവെള്ളം എടുക്കുക. അതിനുശേഷം 2 തുള്ളി ഡെറ്റോൾ, ഹൈഡ്രജൻ പെറോക്സൈഡ്, 2 തുള്ളി ഷാംപൂ, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറിയ കഷ്ണം സോപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഈ വെള്ളത്തിൽ 15-20 മിനിറ്റ് കൈപ്പത്തികൾ രണ്ടും മുക്കി വയ്ക്കുക. കൈകളിലെ അഴുക്കും മറ്റും നീക്കം ചെയ്യുന്നതിനു വേണ്ടിയാണിത്. പഴയ നെയിൽ പോളിഷിൻ്റെ അംശമുണ്ടെങ്കിൽ നെയിൽ റിമൂവർ ഉപയോഗിച്ച് നീക്കം ചെയ്യുക. അതിനുശേഷം ഒരു തുവർത്തിൽ കൈ ഒപ്പിയെടുത്ത് നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖങ്ങൾ വെട്ടി ആകൃതിപ്പെടുത്തുക. നഖത്തിനിടയിലുള്ള അഴുക്ക് നീക്കം ചെയ്യുക. ക്യൂട്ടിക്കിൾ റിമൂവർ ഉപയോഗിച്ച് പഴയ ക്യൂട്ടിക്കിൾ നീക്കം ചെയ്യുക. ഇനി അടുത്തതായി വിരലുകൾ മസാജ് ചെയ്യുകയാണ് വേണ്ടത്. മസാജിങ്ങിനായി ആവശ്യമുള്ള സാധനങ്ങൾ: വെളിച്ചെണ്ണ, മസാജിങ് ക്രീം, പകരം ഏതെങ്കിലും ഒരു ക്രീമായാലും മതി, നാരങ്ങാനീര് എന്നിവയാണ്. അല്പം വെളിച്ചെണ്ണയും മസാജിങ് ക്രീമും നാരങ്ങാനീരും കൂടി ചേർത്ത് ഒരു മിശ്രിതമാക്കുക. ഈ മിശ്രിതം കൈപ്പത്തിയിലും വിരലുകളിലും തേച്ചു പിടിപ്പിക്കുക. നന്നായി മസാജ് ചെയ്യുക. വിരലുകളുടെ ഇടയിലും മറ്റും നന്നായി തുഴിയുക. 10-15 മിനിറ്റ് ഇത് തുടരാവുന്നതാണ്. മിശ്രിതം ചർമ്മത്തിൽ ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്പം പഞ്ഞി ഉപയോഗിച്ച് നഖങ്ങൾ തുടയ്ക്കുക. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെയിൽ പോളിഷ് ഇടാവുന്നതാണ്. പെഡിക്യൂർ കാൽപാദങ്ങളുടെയും നഖങ്ങളുടെയും പരിചരണത്തിനെയാണ് പെഡിക്യൂർ എന്ന് പറയുന്നത്. പെഡിക്യൂർ ചെയ്യേണ്ടുന്ന വിധം ഇനി പറയും പ്രകാരമാണ്. ഒരു പരന്ന ബേസിനിൽ കാൽപാദം മുങ്ങുന്നതിനാവശ്യമായ ചൂടുവെള്ളം എടുക്കുക. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ്, 2 തുള്ളി ഷാംപൂ, ചെറിയ സോപ്പ് കഷ്ണം, ഡെറ്റോൾ എന്നിവ ചേർത്ത് കാൽപാദങ്ങൾ 20 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം പാദങ്ങൾ തുടച്ചതിനു ശേഷം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് നന്നായി പാദങ്ങൾ ഉരസുക. പാദങ്ങളിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പ്യൂമിക് സ്റ്റോൺ. പാദങ്ങളുടെ അടിഭാഗം, വശങ്ങൾ എന്നിവിടങ്ങളിൽ നന്നായി ഉരസുക. മൃതകോശങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു എന്ന് ഉറപ്പാക്കുന്നതുവരെ ഇത് തുടരുക. കാൽനഖങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന നെയിൽ പോളിഷ് നീക്കം ചെയ്യുക എന്നതാണ് അടുത്ത പടി. ഇതിനായി നെയിൽ പോളിഷ് റിമൂവറുകളുടെ സഹായം തേടാവുന്നതാണ്. അതിനുശേഷം നഖങ്ങളുടെ കീഴ്ഭാഗവും വശവും നെയിൽ ഫയൽ ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. നഖങ്ങളുടെ കീഴ്ഭാഗത്തു നിന്നും അഴുക്കു നീക്കം ചെയ്യുക. നഖങ്ങളും ചർമ്മവും തമ്മിൽ ചേരുന്ന ഭാഗം വൃത്തിയാക്കുക. പഴയ ക്യൂട്ടിക്കിൾ നീക്കം ചെയ്യുക. നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖം നന്നായി വെട്ടി വൃത്തിയാക്കുക. വശങ്ങൾ ആകൃതിപ്പെടുത്തുക. നഖങ്ങളും പാദങ്ങളും വൃത്തിയായെന്ന് ഉറപ്പാക്കിയാൽ മസാജിങ് തുടങ്ങാം. മസാജിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: വെളിച്ചെണ്ണ, മസാജിങ് ക്രീം, നാരങ്ങാനീര് എന്നിവയാണ്. ഇവ മൂന്നും ഒരു മിശ്രിതമാക്കിയതിന് ശേഷം കാൽപാദങ്ങളിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. നന്നായി മസാജ് ചെയ്യുക. കാൽപാദങ്ങളിലെ രക്തചംക്രമണം ത്വരിതപ്പെടുത്തുവാനും ഇത് സഹായിക്കും. 10-15 മിനിറ്റ് വരെ ഇത് തുടരാവുന്നതാണ്. അതിനുശേഷം നഖങ്ങളിലെ എണ്ണമയം നീക്കം ചെയ്തതിന് ശേഷം നെയിൽ പോളിഷ് ഇടുക. ഇപ്രകാരം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് കൈകാൽ വിരലുകളുടെ ഭംഗി നിലനിർത്താൻ സഹായിക്കും. ഒരല്പം സമയം ഇതിനായി നീക്കിവെച്ചാൽ മാത്രം മതിയാകും.